ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷർ ടൈം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു കപ്പ് മൈദ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും കറുമുറാന്നിരിക്കുന്ന ക്രഞ്ചിയുമായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ സാധിക്കും, ഒന്നും അഴുക്കായി പോവുകയില്ല. നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ തീർച്ചയായും ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഓപ്ഷനിലാണ്, പക്ഷേ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്, നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടുകയും ചെയ്യും. ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വെള്ളം ഒരു 3/4 കപ്പോളം വെള്ളം മതി 2 കപ്പ് മൈദയ്ക്ക് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കട്ടോ. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാവ് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 ഭാഗമായിട്ട് കട്ട് ചെയ്യാം. ആദ്യത്തെ ഭാഗം നമുക്ക് എടുത്തിട്ട് നമുക്കിതേപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ട് എത്രയും പരത്താവോ അത്രയും വലുപ്പത്തിൽ പരത്തുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പലകയുടെ അത്രയും വലുപ്പത്തിൽ തന്നെ നന്നായിട്ട് പരത്തുന്നുണ്ട്. അപ്പോൾ പൊടി 2 സൈഡും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ കോൺഫ്ലവറും നെയ്യും കൂടെ ഉള്ള ബാറ്റർ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ടത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മൾ ഇതിന് മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാര്യം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊരു ലെയർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി നമ്മളിതിൻ്റെ 2 അരികും ഇതേപോലെ മടക്കി വയ്ക്കുക കേട്ടോ. 2 വശം ഇതേപോലെ മടക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ കുറച്ച് കോൺഫ്ലവറിൻ്റെ ബാറ്റർ തേച്ച് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി നമ്മളിതിൻ്റെ ബാക്കിയുള്ള 2 വശം ഉണ്ടല്ലോ, താഴെയും മുകളിലായിട്ടുള്ള ഭാഗം, അത് നമുക്ക് ഇതേപോലെ തന്നെ മുകളിലോട്ടും സെൻറ്ററിലോട്ട് മടക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ബോക്സ് പോലെ വരും. നമ്മൾ ഇന്നാളി പൂരൻ പോളി ഉണ്ടാക്കിയില്ല, അതേപോലെ തന്നെ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിൽ വരും. അവിടെ നമുക്കിതേപോലെ മൈദ വെച്ചതിന് ശേഷം വേണം ഇതേപോലെ സെൻറ്ററിലോട്ട് മടക്കിയെടുക്കാൻ. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് കോലുപയോഗിച്ചിട്ട് ഇത് നീളത്തിലിങ്ങനെ വീണ്ടും പരത്തിയെടുക്കുക. അപ്പോൾ പൊടി ഇട്ടിട്ട് പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കിതൊരു ദീർഘചതുരത്തിൽ നീളത്തിലിങ്ങനെ കോലുപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. നല്ല വലിപ്പത്തിൽ തന്നെ നീളത്തിൽ പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഇത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ 2 വശങ്ങളും നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാര്യം നമ്മളിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ അരികു വശം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നേരെ കറക്റ്റ് നടുവേ മടക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പൊടി ഇട്ട് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ച് പോകാൻ ലെയർ നമുക്ക് കാണാൻ പറ്റുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും നമ്മൾ കോലുപയോഗിച്ചിട്ട് ഇതേപോലെ നീളത്തിലിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്തെ ലെയർ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മളിത് എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് വിടർന്ന് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ടോ ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള 2 ഉരുളകളും നമ്മൾ ഇതേപോലെ പരത്തി ഇതേപോലെ ചെറിയ പീസുകളാക്കി മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു പീസ് കാണിച്ചു തരാൻ കണ്ടു. ഇതിനകത്ത് നല്ല ലെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ നല്ലതായിട്ട് വേണം, കാര്യം വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ നല്ലതായിട്ട് ബബിൾസൊക്കെ വന്ന് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുള്ള എത്ര അളവാണ് നമുക്കറിയാമല്ലോ കണ്ടോ. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് വിടർന്ന് വരുന്നതുണ്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് മറന്നു പോകരുത്, നല്ല ചൂടോട് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ
നിറമാകുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല കറുമുറാന്നിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും സാധിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും വീണ്ടും അടുത്ത റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 കപ്പ് മൈദ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിരിക്കും. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കഴിച്ച് കാണിച്ചു തരാം. നല്ല കറുമുറാന്നിരിക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.